+1 അക്കൗണ്ടൻസി പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സീരീസ് ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 10 ദിവസം കൊണ്ട് 15 മിനിറ്റ് വീതം ചെലവഴിച്ച് +1 അക്കൗണ്ടൻസി 2021 എക്സാമിൽ വന്നേക്കാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രധാനപ്പെട്ട തിയറി ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. വളരെ കുറഞ്ഞ ഏരിയ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് തിയറി ഭാഗങ്ങൾ ഉള്ളത്. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഓരോന്നായി പരിചയപ്പെടാം. മോഡൽ ക്വസ്റ്റ്യൻ നമ്പർ 1, സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ഈസ് കോൾഡ്. ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ബിസിനസ്സിന് ബാങ്ക് പ്രിൻ്റ് ചെയ്ത് കൊടുത്ത പാസ്ബുക്കിൽ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്ന ബാങ്ക് ബാലൻസും അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് which explain the causes of differences between bank balance as per cash book and passbook. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് അതാണ്. ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ സെക്കൻഡ് മോഡൽ ക്വസ്റ്റ്യൻ, എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ആരാണ്? എ ബാങ്ക്, ബി കസ്റ്റമേഴ്സ് അക്കൗണ്ടൻറ്റ്, സി ഓഡിറ്റേഴ്സ്, ഡി നൺ ഓഫ് ദ എബവ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് കസ്റ്റമേഴ്സ് അക്കൗണ്ടൻ്റ് ആണ്. ബാങ്കിൻ്റെ കസ്റ്റമറുടെ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻറ്റ്. ബിസിനസ്സിൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റും ബാങ്ക് പ്രിൻ്റ് ചെയ്ത് കൊടുത്ത പാസ്ബുക്കിലുള്ള ആ ബാങ്ക് ബാലൻസും ആ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ബിസിനസ്സാണ് അഥവാ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറുടെ അക്കൗണ്ടൻ്റ് ആണ് എന്ന് പറയാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു റീകൺസിൽ ദ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ കോസസ് ഓഫ് ഡിഫറൻസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ടു റീകൺസിൽ എന്നാണ് പറയുക. റീകൺസിൽ എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക, ആ വ്യത്യാസം ഒന്ന് അനുരഞ്ജനം നടത്തുക, അതിൻ്റെ ആ വ്യത്യാസങ്ങൾ കാരണങ്ങൾ എഴുതിയിട്ട് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്കും തമ്മിൽ യോജിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് ടു റീകൺസിൽ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ. The main purpose of preparing a bank reconciliation statement is. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്? ടു നോ ദ ബാങ്ക് ബാലൻസ്, ടു നോ ദ ബാലൻസ് ഓഫ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ടു കറക്റ്റ് ദ ക്യാഷ് ബുക്ക്, ടു ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പാസ്ബുക്ക്. ഇവിടെ ആൻസർ അറിയാലോ, ടു ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ cash book and passbook. Okay. Then fifth question, credit balance as shown by passbook means. പാസ്ബുക്ക് പ്രകാരമുള്ള ക്രെഡിറ്റ് ബാലൻസ് അഥവാ ബാങ്കിൻ്റെ കണക്ക് പ്രകാരം ഒരു കസ്റ്റമറുടെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും പാസ്ബുക്കിലുള്ള ബാലൻസ്. അതെന്താണ്? ഇറ്റ് ഈസ് ക്യാഷ് അറ്റ് ബാങ്ക്. ബാങ്കിൻ്റെ കണക്ക് പ്രകാരം, ബാങ്കിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ട് അവർക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാങ്കിന് നമ്മുടെ ബിസിനസ് ക്രെഡിറ്ററാണ്, അഥവാ ബാങ്ക് ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ബിസിനസ്സിൻ്റെ ക്യാഷ് ബാങ്കിലുള്ളത് എത്രയാണോ അതിനെയാണ് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആസ് ഷോൺ ബൈ പാസ്ബുക്ക് മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക്.
ദെൻ ഡെബിറ്റ് ബാലൻസ് ആസ് ഷോൺ ബൈ പാസ്ബുക്ക് മീൻസ് ബാങ്കിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബിസിനസ്സിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ദെൻ ക്രെഡിറ്റ് ബാലൻസ് ആസ് ഷോൺ ബൈ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബുക്കിൽ ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാങ്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ്, അഥവാ ഇറ്റ് ഈസ് കോൾഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെബിറ്റ് ബാലൻസ് ആസ് ഷോൺ ബൈ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് കൂടുതലായിട്ടുള്ള സാഹചര്യമാണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് കൂടുതലും ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് കുറവും. അപ്പോൾ ബാലൻസ് എന്തായിരിക്കും? ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും. ബാങ്കിൽ എത്ര ബിസിനസ്സിൻ്റെ ക്യാഷ് ഉണ്ടോ അത്രയും എമൗണ്ട്, അതിനെ ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാഷ് ബുക്ക്, എ പാർട്ട് ഓഫ് പാസ്ബുക്ക്, എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ ബാങ്ക്, എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ എ കസ്റ്റമർ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ക്യാഷ് ബുക്കോ പാർട്ട് ഓഫ് പാസ്ബുക്കോ ബാങ്ക് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റോ അല്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ എ കസ്റ്റമർ. ബാങ്കിൻ്റെ കസ്റ്റമർ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ള മറ്റു പ്രധാന തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, വാട്ട് ഈസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു റീകൺസിൽ ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസും ക്യാഷ് ബുക്ക് കാണിക്കുന്ന ബാങ്ക് ബാലൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പബ്ലിക് എക്സാമിനേഷനിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 99% സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ ആൾറെഡി നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞതാണ്, അതുകൊണ്ട് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ ഇൻ ടു ബാങ്ക്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 5-6 കാരണങ്ങളും അതിൻ്റെ ചെറിയ ഒരു എക്സ്പ്ലനേഷനും പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്കും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ഇതിലെ തിയറി മാർക്കുകൾ മുഴുവൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. ബൈ.